ഒരുപാട് സൂറത്തുകളുണ്ട്. ആ സൂറത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ബഖറ. ഒരു സൂറത്തിന് പേര് വെച്ചത് പോലും വെറുതെ അല്ല. ആണോ? ഇത് വെറുതെ വെച്ചതല്ല. എല്ലാ സൂറത്തുകൾക്കും പേര് വെക്കാൻ കാരണമുണ്ട്. അത് പറയാനുള്ള സമയം നമുക്കില്ലല്ലോ. വിശുദ്ധ ഖുർആൻ ഒരു സൂറത്താണ് സൂറത്തുൽ അൻകബൂത്ത്. സൂറത്തുൽ ഓളിക്കൂത്തല്ല, അതിനൊക്കെ വിട്ടാരെ പോയി. സൂറത്തുൽ അൻകബൂത്ത്. അൻകബൂത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം ചലന്തി. അങ്കബൂത്തിന്റെ അർത്ഥം ഇനി അകത്ത് വെളിയിൽ നിൽക്കണവരൊക്കെ കയറിക്കൊള്ളുക. നമ്മൾ ദുആയിലോട്ട് ഇനി പെട്ടെന്ന് വളർത്തല്ല. അതിന്റെ പേരാണ് അൻകബൂത്ത്. ആ ഖുർആൻ പറയാത്തതൊന്നുമില്ല. ചലന്തി. ആ സൂറത്തിൽ ഒരു ആയത്തുണ്ട്. മതലുല്ലദീന തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ കമതലിൽ അൻകബൂത്ത് ഇത്തഖദതു ബൈതാ. അല്ലാഹുവല്ലാത്തവരെ ജീവിതത്തിൽ ആശ്രയമായി കാണുന്നവരുടെ ഉപമ കമതലിൽ അൻകബൂത്തി, അത് ചലന്തിയെ പോലെയാണ്. എന്താ ചലന്തിയുടെ പ്രത്യേകത? ഇത്തഖദതു ബൈതാ. ഒരു വീട് നിർമ്മിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണേ മുഅ്മിനേ, മുഅ്മിനത്തേ. ഈ ഖുർആനിൽ യുൻദിറമൻ കാന ഹയ്യാ, ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് വരാൻ വന്നതാണ്. ഇന്ന ഔഹനൽ ബുയൂതില ബൈത്തുൽ അൻകബൂത്ത്. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചലന്തിയുടെ വീടാ. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചലന്തിയുടെ വീടാ. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ആരുടെ വീടാ? എന്തുകൊണ്ട്? ഇതൊന്നും വളരെ ദുർബലമാണ്. എന്താണ് അതിന്റെ കാരണം? നമുക്കറിയാം, ഒരു സെമിറ്റിക് എഞ്ചിനീയറിന്റെ കരകൗശല വൈദഗ്ധ്യത്തെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ നിമിഷാന്തത്തിന്റെ ഉള്ളിൽ ശരീരത്തിൽ നിന്ന് ഉദ്ഗമിക്കുന്ന പശ കൊണ്ട് ഒരു നയനമനോഹരമായ ചായവും ചമൽക്കാരവും ചേർത്ത ഒരു കാഴ്ച പോലെ നയനമനോഹരമായ വീടുണ്ടാക്കുന്ന ഒരു ചലന്തി. അതിന്റെ നൂലിഴകളുടെ ഇടയിലുള്ള അകലം പോലെ സമീകൃത അകലമാണ്. ഒരു ജാമിതീയ കണക്കുകളെ തോൽപ്പിക്കുന്ന വിധം അതിന്റെ ഇഴകളുടെ ഇടയിൽ സ്കെയിൽ വെച്ച് നോക്കിയാൽ ഒരേ അകലമാണ്. അത്ര ആ വീട് കാണാൻ എന്ത് മനോഹരമാണ് വെളിയിൽ നിന്ന് നോക്കിയാല്. എന്നാൽ കാറ്റൊന്നടിച്ചാൽ വിരടൊന്ന് തൊട്ടാൽ